نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون സമാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരേടാണ് ബദറിന്റെ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത്. ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി ആ ബദർ യുദ്ധം സംഭവിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിനെ കുറിച്ച് പറഞ്ഞത് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച ദിവസം എന്നാണ്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അൻഫാലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തുകയാണ്. വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിൽ വിശ്വസിച്ചെങ്കിൽ അള്ളാഹുവിന്റെ അടിയാൻ അവൻ ഇറക്കിക്കൊടുത്ത വേദങ്ങളിൽ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ആ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച ദിവസം യൗമുൽ ഫുർഖാൻ എന്നാണ് ബദറിന്റെ ദിനത്തെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ആ രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ ദിവസം, ആ ദിവസം അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ഇറക്കിക്കൊടുത്തതിൽ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ സത്യത്തെയും അസത്യത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ച ആ ബദറിന്റെ ദിവസം
ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ബദർ ഏറ്റവും ഉന്നതമായ യുദ്ധമായി ഇസ്ലാമിക ചരിത്രത്തിൽ നിലനിൽക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്ന പ്രഥമ യുദ്ധം എന്ന രൂപത്തിൽ ഇസ്ലാമിന്റെ ശക്തി ശത്രുക്കൾക്ക് മുന്നിലും ലോകത്തിന് മുന്നിലും പ്രകടമായ ഒരു യുദ്ധം എന്നുള്ള നിലക്ക്, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട യുദ്ധം എന്നുള്ള നിലക്ക്, കക്ഷിത്വമോ ഗോത്രമഹിമയോ ഒന്നും നോക്കാതെ വിശ്വാസത്തെ മാത്രം ഉയർത്തിപ്പിടിച്ചു നടന്ന ഒരു യുദ്ധം. സാധാരണ അറബികൾക്കിടയിൽ സ്ഥിരമായി യുദ്ധം നടക്കാറുണ്ട്. എന്നാൽ ആ യുദ്ധത്തിലെല്ലാം കക്ഷിത്വത്തിന് വേണ്ടിയോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മാത്രമാണ് അവിടെ യുദ്ധം നടന്നത്. എന്നാൽ ആദർശത്തിന് വേണ്ടി നടന്ന ആദ്യത്തെ യുദ്ധം എന്ന പേരാണ് ബദർ യുദ്ധത്തിന് വരുന്നത്. യഥാർത്ഥത്തിൽ ബദറിന്റെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അവർ മുൻകൈയെടുത്തുകൊണ്ട് നടത്തിയ ഒരു യുദ്ധമല്ല യഥാർത്ഥത്തിൽ ബദർ യുദ്ധം എന്നുള്ളത്. പ്രവാചകനും അനുയായികളും തങ്ങൾ പിറന്ന നാട് വിട്ടുകൊണ്ട്, തങ്ങളുടെ സമ്പാദ്യത്തെ വിട്ടുകൊണ്ട്, തങ്ങളുടെ മണ്ണ് വിട്ടുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്, ഹിജറ പോവുകയാണ്. സ്വന്തം നാടും വീടും കുടുംബത്തിൽപ്പെട്ട പലരെയും വിട്ടുകൊണ്ട് മദീനയിലേക്ക് നാട് വിട്ടു പോയിട്ട് പോലും ആ മദീനത്തും തങ്ങളുടെ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒരിക്കലും സാധിക്കില്ല എന്ന ഒരു അവസ്ഥ മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർ തീരുമാനിക്കുകയാണ്, മദീനയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യണം. അല്ലെങ്കിൽ മദീനയിൽ വെച്ച് അവർ ശക്തി പ്രാപിച്ചുകൊണ്ട് പിന്നീട് അവർ മക്കയിലേക്ക് തിരിച്ചു വന്നേക്കാം. അതുകൊണ്ട് മദീനയിൽ വെച്ച് തന്നെ അവരെ അവസാനിപ്പിക്കണം. അതിനുവേണ്ടി ബഹുദൈവ വിശ്വാസികൾ ഖുറൈശികളുടെ നേതൃത്വത്തിൽ വലിയ രൂപത്തിൽ സാമ്പത്തികമായി പിരിവെടുക്കുകയാണ്. ഓരോരുത്തരും അതിലേക്ക് നൽകുകയാണ്. വമ്പിച്ച സമ്പത്തുമായി കൊണ്ട് ഒരു കച്ചവട സംഘം ഷാമിലേക്ക് യാത്ര തിരിക്കുകയാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ കച്ചവടത്തിൽ വമ്പിച്ച ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ആ കിട്ടുന്ന ലാഭം മുഴുവനും മുസ്ലിങ്ങൾക്കെതിരെ വിനിയോഗിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അവർ യാത്ര പുറപ്പെടുമ്പോൾ മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിയുമ്പോൾ വഴിയിൽ വെച്ച് അവരെ തടയുവാനുള്ള തീരുമാനമുണ്ടാകും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വഴിയിൽ വെച്ച് അവരെ തടയുന്നതിന് വേണ്ടി ചെല്ലുമ്പോഴും അവരെ കണ്ടുമുട്ടുവാൻ സാധിക്കാതെ അവർ ഷാമിൽ എത്തപ്പെടുകയാണ്. ഷാമിൽ വെച്ച് അബൂ സുഫിയാനും സംഘവും കച്ചവടം നടത്തി വമ്പിച്ച ധനം ശേഖരിച്ചുകൊണ്ട് അവർ തിരിച്ചു വരികയാണ് മക്കയിലേക്ക്. ആ ധനം 100% മുസ്ലിങ്ങൾക്കെതിരെ വിനിയോഗിക്കണമെന്ന തീരുമാനത്താൽ അവർ തിരിച്ചു വരുന്നത് ആ വിവരം മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിരിച്ചു വരുന്ന വഴിയിലെങ്കിലും അവരെ തടഞ്ഞു നിർത്തണമെന്ന തീരുമാനം എടുക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ രഹസ്യമായി കൊണ്ട് തന്റെ ഒരു ചാരന മക്കയിലേക്ക് പറഞ്ഞയക്കുകയും ഈ വിവരം മക്കയിലെ ഖുറൈശികളെ തെര്യപ്പെടുത്തുകയും മക്കയിൽ നിന്ന് അബൂജഹലിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ 1000-ലധികം വരുന്ന സൈന്യവുമായി കൊണ്ട് ബദറിലേക്ക് അവർ യുദ്ധത്തിന്റെ സർവ്വസന്നാഹങ്ങളുമായി പുറപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തിനെയോ കാണാതെ അബൂ സുഫിയാനും കച്ചവട സംഘവും മക്കയിലേക്ക് രക്ഷപ്പെടുകയും അവർ മക്കക്കാരോട് പറയുകയും വിവരമെത്തിക്കുകയും ചെയ്തു, ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇനി യുദ്ധസംഘവുമായി വരേണ്ടതില്ല എന്ന അബൂ സുഫിയാന്റെ സന്ദേശം എത്തിയിട്ട് പോലും അബൂജഹലും സംഘവും ഈ മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ എന്ന തീരുമാനത്താൽ ബദറിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ യുദ്ധത്തിന്റെ ഏറ്റവും അധികം അത് നടക്കേണ്ട അനിവാര്യതയിലേക്ക് സത്യവിശ്വാസികൾ ഒന്നടങ്കം എത്തിപ്പെടുകയാണ് ഉണ്ടായത്. അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരു യുദ്ധം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നില്ല, ആ യുദ്ധത്തിലേക്ക് നിർബന്ധിക്കപ്പെടുകയായിരുന്നു. അനിവാര്യമായ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മുശാവറ നടത്തുന്ന ഒരു സന്ദർഭമുണ്ട്, അവരുടെ അഭിപ്രായം എടുക്കുന്ന സന്ദർഭമുണ്ട്. ആ ഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആനന്ദാശ്രുവായി കൊണ്ട് അൻസാറുകളുടെ നേതാവായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് റസൂലുള്ളാഹിക്ക് ശക്തി പകർന്ന വാക്കുകൾ റസൂലുള്ളാഹിയോട് അവർ പറഞ്ഞത്, നബിയേ, ആ കാണുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുവാൻ താങ്കൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ കയറും നബിയേ. സമുദ്രത്തിന്റെ ആഴിയിലേക്ക് എടുത്തു ചാടുവാൻ ഞങ്ങളോട് താങ്കൾ ആവശ്യപ്പെട്ടാൽ മടിച്ചു നിൽക്കാതെ സമുദ്രത്തിലേക്ക് ഞങ്ങൾ എടുത്തു ചാടും നബിയെ. ഒരിക്കലും തന്നെ മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞ പോലെ, മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന നന്ദികേടിന്റെ വാക്കും വർത്തമാനവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശക്തി പകർന്ന അൻസാറുകൾ, ആ അൻസാറുകളും മുഹാജിറുകളും
അഥവാ 300 ചില്ലാനം വരുന്ന സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്ന് നിന്നുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കുതിക്കുമ്പോൾ അവർക്ക് മൂർച്ചയേറിയ ആയുധങ്ങൾ അവരുടെ കൈവശമില്ല. സംരക്ഷണ കവചമായി പിടിക്കുന്ന പടച്ചട്ടകൾ അവരുടെ കൈവശമില്ല. 3 ഇരട്ടിയിൽ വരുന്ന അത്യധികം സന്നാഹങ്ങളോടുകൂടി കടന്നു വരുന്ന ഒരു സൈന്യത്തിനെ നേരിടുമ്പോൾ അവരുടെ മനസ്സകങ്ങളിൽ ഉണ്ടായിരുന്ന കരുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന തികഞ്ഞ ഏകദൈവ വിശ്വാസമാണ്. ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുമ്പോൾ സത്യവിശ്വാസികൾ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം അഹദ് അഹദ് എന്നാണ്. അഹദ് അഹദ്, ഏകനായവൻ എന്നാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിൽ മലർത്തി കിടത്തിക്കൊണ്ട് എത്യോപ്യക്കാരനായ അടിമയായിരുന്ന ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് ഉടമയായിരുന്ന ഉമയ്യത്ത് ബിൻ ഖലഫ് കുട്ടികൾക്ക് കയറ് കൊടുത്തുകൊണ്ട് ആ മണൽ തിട്ടയിലൂടെ ബിലാലിനെ വലിച്ചിഴക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിയപ്പോ തന്റെ മുറിവിലൂടെ ആ ഉപ്പുരസം കലർന്ന വേദന വന്നപ്പോഴും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞ അഹദ് അഹദ് എന്ന മുദ്രാവാക്യം, ഓ ബിലാൽ, നീ ഒരിക്കലൊന്ന് ലാത്തയെ വിളിച്ചാൽ, ഓ ബിലാൽ, നീ ഒരിക്കലൊന്ന് ഉസയെ വിളിച്ചാൽ നിന്നെ ശിക്ഷിച്ച് ഞങ്ങൾക്ക് മതിയായിട്ടുണ്ട് ബിലാലെ, ഒരിക്കലെങ്കിലും നീ ഒന്ന് വിളിച്ചാൽ ഞാൻ നിന്നെ മോചിപ്പിച്ചോളാം എന്ന് ഉമയ്യത്ത് പറഞ്ഞിട്ട് പോലും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആ വേദനയിലും വിളിച്ചു പറഞ്ഞ അഹദ് അഹദ് എന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യമായിരുന്നു ബദറിന്റെ രണാങ്കണത്തിലേക്ക് കുതിച്ചു പായുമ്പോൾ സത്യവിശ്വാസികളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ആ ബദറിന്റെ രണാങ്കണത്തിൽ ധാരാളം പ്രത്യേകതകളും മുഅ്ജിസത്തുകളും അവിടെ സംഭവിച്ചു. അല്ലാഹുവിന്റെ സഹായം അവർക്ക് ലഭിച്ചു. ആദ്യമായി അവർക്ക് ഒരു മഴ ലഭിച്ചു. വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ ലിയുത്ഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഴ ആകാശ ലോകത്ത് നിന്ന് മഴ വർഷിക്കുകയാണ്. അവരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, പിശാചിന്റെ മ്ലേച്ഛതകളെ അവരിൽ നിന്ന് തുടച്ചു കളയുന്നതിന് വേണ്ടി, അവരുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ കാലുകളെ യുദ്ധരംഗത്ത് ഉറപ്പിച്ചു പിടിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ മഴയാ ബദറിൽ വർഷിക്കുകയാ. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മഴ കൊണ്ട് അനുഗ്രഹിക്കുകയും അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നെന്താണ്? സൂറത്തുൽ അൻഫാലിൽ നമുക്ക് കാണാം, ശത്രുക്കൾ അവരെ നോക്കുമ്പോ യഥാർത്ഥത്തിൽ ശത്രുക്കളുടെ എണ്ണത്തിന്റെ 1/3 മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം എന്ന് പറയുന്നത്. എന്നാൽ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ വമ്പിച്ച സൈന്യമായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത് എന്ന രൂപത്തിൽ. എന്നാൽ തിരിച്ച് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എണ്ണത്തിൽ കുറവായിട്ട് അനുഭവപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമായിരുന്നു. വഇദ യുരീകുമുഹും ഇദിൽ തഖൈതും ഫീ അഅ്യുനികും ഖലീലാ, വളരെ കുറച്ചായി കൊണ്ടവർക്ക് അനുഭവപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഗ്രഹങ്ങൾ ശത്രുക്കൾ മരിച്ചു വീഴുന്ന സ്ഥലം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതാ ഇന്ന സ്ഥലത്ത് ഇന്നയാൾ കൊല്ലപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുരീന മസാരിഅ അഹ്ലി ബദ്ർ ബിൽ അംസി യഖൂൽ ഹാദാ മസ്റഉ ഫുലാൻ ഗദൻ ഇൻഷാ അല്ലാഹ്. ബദറിൽ മരിച്ചു വീഴുന്നവരുടെ സ്ഥലം അതിന്റെ തലേ ദിവസം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇതാണ് ഇന്ന വ്യക്തി മരിക്കാൻ പോകുന്ന സ്ഥലം, അബൂജഹൽ ഇന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടും, ഉത്ബത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് തലേ ദിവസം കാണിച്ചു തരികയും ഞങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ന് സ്വഹാബത്ത് പറയുകയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ സഹായമായി മലക്കുകൾ ഇറങ്ങിയെന്നാണ്. അല്ലാഹുവിന്റെ സഹായമായി യുദ്ധരംഗത്ത് മലക്കുകൾ ഇറങ്ങി വന്നു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഇത് തഖൂലുൽ മുഅ്മിനീന അലയകുഫിയകും മയ്യുമിത്തകും റബ്ബുകും ബിതലാതതി അലാഫിൻ മിനൽ മലായികതി മുൻസലീൻ. ഇറങ്ങി വരുന്ന 3000-ലധികം വരുന്ന മലക്കുകളാൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾ സഹായിക്കുന്നതിൽ നിങ്ങൾ തൃപ്തിപ്പെടുമോ, അത് നിങ്ങൾക്ക് മതിയാകുമോ എന്ന് താങ്കൾ അവരോട് പറഞ്ഞ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബത്തെ, നിങ്ങൾ മാത്രമല്ല നിങ്ങളെ സഹായിക്കുവാൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തരുന്ന മലക്കുകളും നിങ്ങളുടെ കൂടെയുണ്ട്. അത് നിങ്ങൾക്ക് മതിയാവില്ലേ എന്ന് ചോദിക്കുന്ന, എന്ന് പറഞ്ഞവരെ സന്തോഷിപ്പിക്കുന്ന ഒരു സന്ദർഭം, അല്ലാഹുവിന്റെ മലക്കുകളുടെ ആ സഹായം കിട്ടുന്ന സന്ദർഭം അതാ സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുതിരയുടെ മൂക്ക് കയറി പിടിച്ചു നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാ. മലക്കുകളുടെ സഹായം ലഭിച്ച യുദ്ധമാണ്. എത്രത്തോളം എന്നാൽ സ്വഹാബികൾ വാളുകൊണ്ട് വീശുമ്പോൾ തന്നെ ശത്രുക്കൾ വെട്ടേറ്റ് വീടുമാറും മലക്കുകൾ അവരെ സഹായിച്ചു. അവരുടെ സ്ഥൈര്യത്താൽ ആ മലക്കുകളുടെ സഹായം കൂടെ ചേർന്നുകൊണ്ടതാ ബദരിലതാ വിചാരിക്കാത്ത രൂപത്തിലുള്ള വലിയ വിജയമാണ് വിശ്വാസികൾക്കുണ്ടാവുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിജയത്തിന് വേണ്ടി, അഹദ് അഹദ് എന്ന പ്രഖ്യാപനത്തിന് വേണ്ടി, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച യുദ്ധത്തിന് വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഇറങ്ങി പുറപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അല്ലാഹു അവരെ സഹായിക്കുകയാണ് എന്നുള്ളതാണ്. ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് ആത്മധൈര്യം പകരുന്ന ധാരാളം ഗുണപാഠങ്ങളാണ് ആ ബദറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയത് എന്നുള്ളതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് രൂപത്തിലാണെങ്കിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും. അള്ളാന്റെ സഹായം അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു സഹായത്തിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു ഓർമ്മപ്പെടുത്തൽ ആ ബദറിന്റെ രണാങ്കണത്തിൽ വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നാണ് സഹായം ലഭിക്കുക? ആരാധ്യനായ ഏകനായ അല്ലാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും സഹായം ലഭിക്കുവാൻ സാധ്യതയില്ല എന്ന് വളരെ കൃത്യമായി മുശ്രിക്കുകൾക്ക് പോലും മനസ്സിലാക്കി കൊടുത്ത യുദ്ധമായിരുന്നു ബദറിന്റെ രണാങ്കണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദറിന്റെ അടുക്കളത്തിലേക്ക് പുറപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളത്തുള്ള തുണി അത് ചാടി വീഴുമാർ തന്റെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇൻ തുഗ്ലിക് ഹാദിഹി ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർദ്. അല്ലാഹുവേ, ഈ ചെറു സംഘത്തെ നീ സഹായിച്ചില്ലെങ്കിൽ, നീ എന്നോട് ചെയ്ത വാഗ്ദാനത്തെ നീ പുലർത്തിയില്ലെങ്കിൽ, അല്ലാഹുവേ, നിന്നെ മാത്രം വിളിച്ചു തേടുന്ന ഒരു വിഭാഗം ഈ ലോകത്തിന് ബാക്കിയില്ല. അല്ലാഹ്, ഈ ന്യൂനപക്ഷത്തെ നീ സഹായിച്ചിട്ടില്ലെങ്കിൽ നാളെ പോകുന്ന രണാങ്കണത്തിൽ വെച്ചോ അല്ലാഹുവേ, നിന്റെ സഹായം ഇറങ്ങിയിട്ടില്ലെങ്കിൽ നിന്നെ മാത്രം വിളിച്ചു തേടുന്നവരെ ഈ ഭൂമി ലോകത്തില്ല. ആചാര്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയാണ്. ഇത് തസ്തഗീസൂന റബ്ബകും ഫസ്തജാബ ലക്കും, അല്ലാഹുവിനെ വിളിച്ചു തേടുമ്പോ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ, ഒരു പിടി മണ്ണെടുത്ത് വാരിയെറിയുക റസൂലേ. ബദറിന്റെ യുദ്ധം നടക്കുമ്പോ ഒരു പിടി മണ്ണെടുത്ത് വാരിയെറിയുക നബിയേ എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണെടുത്ത് വാരിയെറിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഫലം തഖ്തുലൂഹു വലാകിന്ന അല്ലാഹ ഖതലഹു, നിങ്ങളല്ല അവരെ വധിച്ചത്, നിങ്ങളല്ല ബദറിൽ അവരെ വധിച്ചത്, അല്ലാഹുവാണ് അവരെ കൊന്നുകളഞ്ഞത്. വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമാ, നിങ്ങൾ ആ മണൽ പിടി വാരിയെടുത്തെറിഞ്ഞില്ലേ നബിയെ, താങ്കളല്ല എറിഞ്ഞത്, നേരെ മറിച്ച് അല്ലാഹുവാണ് അത് എറിഞ്ഞത്. ആ മണൽ തരിയുടെ ഓരോ തരിയും ഓരോ ബഹുദൈവ വിശ്വാസിയുടെ കണ്ണിലും തറച്ചോ, അവരുടെ കാതിൽ തറച്ചോ, അവരുടെ വായിൽ തറച്ചോ. ഒരു പിടി മണ്ണുകൊണ്ട് 1000-ലധികം വരുന്ന സൈന്യത്തെ നിഷ്പ്രഭമാക്കി കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാ, വലിയുബ്ലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസനാ ഇന്നല്ലാഹ സമീഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നതിന്നത് നടക്കണമെന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണ് വാരിയെറിഞ്ഞപ്പോഴേക്കും മുഴുവൻ ശത്രു സൈന്യത്തെയും നിഷ്പ്രഭമാക്കാൻ ആ മണ്ണിന് സാധിച്ചെങ്കിൽ അല്ലാഹ് പറയുകയാണ്, നബിയേ, അത് താങ്കളല്ല എറിഞ്ഞത്, അതിനെ എറിഞ്ഞത് യഥാർത്ഥത്തിൽ അല്ലാഹുവാണ്. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുകയാണ്. ആ ബദർ നമ്മെ പഠിപ്പിച്ച പാഠം കുടുംബ ബന്ധമല്ല, സൗഹൃദങ്ങളല്ല, മറ്റൊന്നുമല്ല, ആദർശ ബന്ധമാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ്.
ഒരുപാട് സഹാബാക്കിറാം അവർ യുദ്ധം ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അണിയിൽ അണിചേർന്നത് ആ യുദ്ധരംഗത്ത് അവർക്ക് നേരിടേണ്ടി വന്നത് മക്കക്കാരായ തങ്ങളുടെ പിതാക്കൾ അവരിലുണ്ട്, തങ്ങളുടെ സഹോദരങ്ങൾ അവരിലുണ്ട്, തങ്ങളുടെ കുടുംബ ബന്ധുക്കൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അവരോടാണ് യുദ്ധം ചെയ്യുന്നത്. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഉത്ബത്ത് ബിൻ റബീഅ, സഹോദരൻ വലീദ്, പിതൃവ്യൻ ഷൈബ എന്നിവർ ശത്രുപക്ഷത്തായിരുന്നു. മനസ്സിലാക്കണം, ഒരാൾ യുദ്ധം ചെയ്യുമ്പോ തന്റെ മാപ്പാനോട്, അതുപോലെ തന്നെ തന്റെ മകനോട്, തന്റെ സഹോദരനോട് പോലും അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ പേരിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത് രക്തബന്ധത്തെക്കാൾ ഉന്നതമാണ് ആദർശബന്ധം എന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ അപ്പുറത്തായിരുന്നു. പിൽക്കാലത്താണ് അദ്ദേഹം വിശ്വസിച്ചത്. തന്റെ മകനോടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധരംഗത്ത് പോരാടിയത്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ നമ്മളെ പഠിപ്പിച്ച പാഠം, നിങ്ങളുടെ രക്തബന്ധങ്ങളെക്കാൾ, നിങ്ങളുടെ സൗഹൃദങ്ങളെക്കാൾ അല്ലാഹുവാണ് നിങ്ങൾക്ക് പ്രിയങ്കരമാവേണ്ടത് എന്ന സന്ദേശമാണ്. ദീനായിരുന്നു അവർക്ക് ഏറ്റവും വലുത്. അല്ലാഹുവിന്റെ കലിമത്തായിരുന്നു അവർ ഉന്നതമാക്കി വെച്ചത്. ആ കലിമത്തിനെ ഉന്നതമാക്കി പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്തപ്പോ ഏത് മാർഗത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. ആ സഹായത്താൽ അല്ലാഹു വിജയിപ്പിക്കുമെന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ ബദർ നമുക്ക് നൽകുന്നത്. അമുഖമായി നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ് സൂറത്തുൽ ബഖറയിലൂടെ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയുടെ അടിയാറുകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കുക, ഞാൻ സമീപസ്ഥന, ഞാൻ അവരോട് ഏറ്റവും അടുത്ത ആളാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, അവരെന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നത്. ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അതുകൊണ്ട് എന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവരെന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, എന്നിൽ അവർ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കട്ടെ, എങ്കിൽ അവർ രക്ഷ പ്രാപിച്ചേക്കാം, അവർ നേർമാർഗം സിദ്ധിച്ചേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അവനെ മാത്രം വിളിച്ചുകൊണ്ട് തേടണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബദർ സംഭവിക്കുന്നത് പോലും തൗഹീദിന് വേണ്ടിയാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹനെ മാത്രം വിളിച്ചു തേടണമെന്ന പ്രഖ്യാപനമാണെങ്കിൽ, ആ ബദറിൽ പങ്കെടുത്ത ആളുകളെയാണ് ബഹുമാന പുരസ്സരം നമ്മൾ ബദരീങ്ങൾ എന്ന് വിളിക്കുന്നതെങ്കിൽ, ഒന്നാലോചിച്ചു പ്രിയപ്പെട്ടവരെ, ആ ബദരീങ്ങളോടാണ് ഇന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ ബദരീങ്ങളെയാണ് രക്ഷ തേടാൻ വേണ്ടി വിളിക്കുന്നത്. ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷപ്പെടുത്തണേ, ബദരീങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന രൂപത്തിൽ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് തേടുന്ന ഒരു ദുരവസ്ഥ. ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ബദറിൽ അവർ ഷഹാദത്ത് വരിച്ചത്, ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ബദറിൽ അവർ പോരാടിയത്, അതിന് ഘടകവിരുദ്ധമായി അവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദുരവസ്ഥ ഇന്ന് സമൂഹത്തിൽ വന്നിട്ടില്ലേ? ആ റമദാൻ 17 കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ലാത്ത ആചാരങ്ങൾ, ആ ബദരീങ്ങളുടെ പേരിൽ നേർച്ച നേർന്നുകൊണ്ട് അറുത്തുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യുന്ന ബിദ്അത്തുകൾ കാലങ്ങളായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഓരോ ഖുതുബയിലും ആമുഖത്തിൽ നമ്മൾ കേൾക്കുകയാണ്, ഈ രൂപത്തിൽ പുതുതായി കെട്ടിയുണ്ടാക്കുന്നവയെല്ലാം ബിദ്അത്തും, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ്. ഈ എല്ലാ വഴികേടും നരകത്തിലാണ്. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുമെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയില്ലാത്ത ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം ബദരീങ്ങളോടല്ല, ആ ബദരീങ്ങൾ ആരെ വിളിച്ചാണോ പ്രാർത്ഥിച്ചത് അവരോടാണ്, ആ അല്ലാഹുവിനോട് മാത്രമാണ് നമ്മുടെയും പ്രാർത്ഥന ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയ മഹത്തുക്കളോടോ ഏതെങ്കിലും രൂപത്തിലുള്ള ജാറങ്ങളോടോ കല്ലിനോടോ മരത്തോടോ നമ്മുടെ യാതൊരു സഹായാർത്ഥനകളും പോകാൻ പാടില്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ, ആ കഅബയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആ കഅബയിൽ നിന്ന് ആദ്യമായി പുറത്തെടുക്കുന്ന ഒരു വിഗ്രഹമുണ്ട്. കഅബയിൽ നിന്ന് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തെടുക്കുന്ന ഒരു വിഗ്രഹമുണ്ട്. ഏതാണ് ആ വിഗ്രഹം അറിയോ? ഈ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ച ഒരു പ്രവാചകൻ, ഖലീലുള്ളാഹ് എന്നറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ വിഗ്രഹമായിരുന്നു കഅബയുടെ ഉള്ളിൽ. ആ
ആ കഅബയുടെ ഉള്ളിൽ പോലും തൗഹീദിന് വേണ്ടി ജീവിച്ച ഇബ്രാഹിം നബിയുടെ വിഗ്രഹമായിരുന്നുവെങ്കിൽ ഈ ബദരീങ്ങൾ ബദറിൽ പോരാടിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ ആ ബദരീങ്ങളോട് തന്നെ തേടുന്ന ദുരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ശിർക്കിൽ നിന്ന് ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കുവാൻ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ രൂപത്തിൽ ഓരോ റമദാനും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുവഹ്ഹിദുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. റമദാനിലെ അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. റമദാനിന്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അര മുറുക്കി ഉടുക്കുകയും രാവിനെ ജീവിപ്പിക്കുകയും വീട്ടുകാരെ കൂടി വിളിച്ചുണർത്തിക്കൊണ്ട് ആ പുണ്യം നേടിയെടുക്കുവാൻ വേണ്ടി അവരെ ഉണർത്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി കണ്ട ഏറെ പുണ്യം നിറഞ്ഞ സമയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ ഒരു രാത്രി, റമദാനിലെ അവസാനത്തെ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാം. ഈ രൂപത്തിൽ റമദാനിലെ ഒറ്റയായ രാവുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട്, റമദാനിലെ അവസാനത്തെ 10 മൊത്തമായും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആ പുണ്യത്തെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠകരമെന്ന് പറഞ്ഞാൽ 80 ചില്ലാനം വർഷക്കാലം നന്മ ചെയ്ത കൂലിയാണ് ഒരൊറ്റ രാത്രിയുടെ പുണ്യത്താൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിന്റെ ഒറ്റ രാത്രി ഒരാൾ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ പോലും അയാളുടെ സകല പാപങ്ങളും പുറത്തു കിട്ടും എന്നുള്ളതാണെങ്കിൽ അത്രമാത്രം വലിയ പ്രതിഫലമാണ് യഥാർത്ഥത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റമദാനിലെ അവസാനത്തെ 10 വളരെ പ്രാധാന്യത്തോടു കൂടി നാം ഒരുങ്ങുക. പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അതാണ് റസൂലിന്റെ സുന്നത്ത്. പള്ളിയിൽ പോകുവാനും ആ രൂപത്തിൽ ഭജനമിരിക്കുവാനും പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നേരത്തെ കിടക്കേണ്ടതില്ല. വീട്ടിലും നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദിക്റിലും ദുആയിലും ഖുർആൻ പാരായണത്തിലും ഒക്കെ ആയിക്കൊണ്ട് കഴിച്ചുകൂട്ടുക. സാധ്യമാകുന്ന ആളുകൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുക. ഈ രൂപത്തിൽ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ ദിനരാത്രങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ധാരാളമായി സദഖകൾ നൽകുക. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ സദഖ നിർവഹിച്ചിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ രൂപത്തിൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക.